ശ്രീ അനുരാജ് അശോകൻ. ആലപ്പുഴ ചേർത്തല സ്വദേശി ശാന്തിധാം സിദ്ധ വൈദ്യമഠത്തിൽ നിന്നും പാരമ്പര്യ വൈദ്യത്തിൽ പ്രാഥമിക പരിശീലനം നേടി. കൂടാതെ പാരമ്പര്യ ജ്യോതിഷത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ജ്യോതിഷവും ആധുനിക ശാസ്ത്രം എന്ന വിഷയത്തിൽ പഠനങ്ങൾ നടത്തിവരുന്നു. പൂച്ചാക്കൽ എടപ്പഴങ്ങി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു. കലാലയ കാലഘട്ടം മുതൽ നാഷണൽ സർവീസ് സ്കീമിൽ പ്രവർത്തിച്ചു വരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് വ്യാകരണ ക്ലാസുകളും തൊഴിൽ പരിശീലന ക്ലാസുകളും നടത്തിവരുന്നു. നിലവിൽ അടൂർ ശാന്തിധാം സിദ്ധ്യവൈദ്യ ഗുരുകുലത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ പ്രധാന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കുട്ടികളെയും യുവതലമുറയെയും ബോധവാന്മാരാക്കുന്ന സൗജന്യ പ്രവർത്തന പദ്ധതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് സാമൂഹ്യ സ്ഥാപനങ്ങളും വഴി നടപ്പിലാക്കി വരുന്നു. സിദ്ധവൈദ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മിസ് അനൈന മറിയ ജോർജ്. കോഴിക്കോട് സ്വദേശി നർത്തകി. 8 വയസ്സ് മുതൽ നൃത്തം പഠിച്ചു തുടങ്ങി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയിൽ പ്രാവീണ്യം നേടി. CBSE മത്സരത്തിൽ പങ്കെടുക്കുകയും ജില്ലാതലത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കുകയും സംസ്ഥാനത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോളേജ് തലത്തിൽ കലാതിലകമായിരുന്നു. തുടർന്ന് കേരള കാർഷിക സർവകലാശാല നടത്തിയ ഇന്റർ കോളേജിയേറ്റ് ആർട്സ് മത്സരത്തിൽ തുടർച്ചയായി 2 വർഷവും സമ്മാനം നേടി. കൂടാതെ സിനിമാറ്റിക് സ്പോർട് കോറിയോഗ്രാഫിയിലും 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. മത്സരങ്ങൾക്ക് പുറമെ നിരവധി നൃത്തശില്പങ്ങളിലും പ്രൊഡക്ഷൻ വർക്കുകളിലും പങ്കാളിത്തം രേഖപ്പെടുത്തി. നിരവധി അന്താരാഷ്ട്ര കോൺക്ലേവുകളിലും ഉത്സവങ്ങളിലും നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് 14 വർഷമായി വിവിധ നൃത്തങ്ങളിൽ പരിശീലനം നേടി നൃത്തം അവതരിപ്പിച്ചു വരുന്നു. നൃത്തം പഠിപ്പിക്കുന്നതിനായി സ്വന്തമായി നാട്യ നൈവേദ്യ നിലയം എന്ന നൃത്ത സ്ഥാപനം തുടങ്ങുന്നു. നർത്തകി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുഹമ്മദ് റാഷിദ്. പാലക്കാട് സ്വദേശി, യുവ എഴുത്തുകാരൻ. സോഷ്യൽ മീഡിയയിൽ സജീവമായി എഴുതാറുണ്ട്. മാസികകളിലും ഓൺലൈൻ പത്രങ്ങളിലും ന്യൂസ് പേപ്പറുകളിലും പുസ്തകങ്ങളിലും കവിതകൾ, ചെറുകഥകൾ, ലേഖനങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമകാലീന സംഭവങ്ങളും വിഷയങ്ങളുമാണ് വിഷയമായി എടുക്കാറുള്ളത്. ആദ്യമായി പ്രസിദ്ധീകരിച്ച കഥാസമാഹാരം അണയാതെ പോയ തീനാളങ്ങളാണ്. മഞ്ചരി ബുക്സ് പുറത്തിറക്കിയ മാജിക് വേൾഡ് എന്ന പുസ്തകത്തിൽ കവിതകൾ എഴുതാൻ അവസരം ലഭിക്കുകയും കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. മികച്ച എഴുത്തുകാരിൽ ഒരാളായി തെരഞ്ഞെടുത്തതിൽ എഴുത്തച്ഛൻ ഫെലോഷിപ്പ് ലഭ്യമായി. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമായ പെൻഡ്രൈവ് എന്ന വലിയ പുസ്തകത്തിൽ അവസരം ലഭിക്കുകയും 9 വേൾഡ് റെക്കോർഡുകൾ ലഭിക്കുകയും ചെയ്തു. ആദ്യാക്ഷരം പഠിച്ച സ്കൂളിലേക്ക് തന്നെ വിശിഷ്ടാതിഥിയായി പോകാനുള്ള അവസരം കൂടി ലഭിച്ചു. നിലവിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി നോക്കി വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മിനി അനിൽ. എറണാകുളം മേക്കാട് സ്വദേശി, നർത്തകി. ചെറുപ്പത്തിലെ പാട്ടിലും നൃത്തത്തിലും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രീയമായി ഈ കലകൾ പഠിക്കാൻ സാഹചര്യം അനുകൂലമായിരുന്നില്ല. സംഗീതം കുറച്ചുനാൾ മക്കളോടൊപ്പം പഠിക്കുകയും അതിനുശേഷം നൃത്തം പഠിക്കുകയായിരുന്നു. ഇപ്പോൾ പല വേദികളിലും നൃത്തം അവതരിപ്പിക്കുന്നു. എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് ഡാൻസ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് നൃത്തം സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഋഷിക സാംബു കെ. മലപ്പുറം സ്വദേശി. 2016 മുതൽ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ. 1 വർഷത്തോളം മലപ്പുറം ക്യൂബ് ലാബ് ഡയഗ്നോസ്റ്റിക് സെൻ്ററിലും അതുപോലെ തന്നെ വേങ്ങര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും പ്രവർത്തിച്ചിട്ടുണ്ട്. COVID-19 ബെസ്റ്റ് ബ്രിഗേഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ മലപ്പുറം ജില്ലയിലെ പുത്തനത്തോണി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിറാക്കിൾ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചു വരുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് 100 കണക്കിന് വനിതകൾക്ക് ഈ മേഖലയിൽ തൊഴിൽ പരിശീലനം നൽകി ജോലിക്ക് പ്രാപ്തരാക്കി. വ്യവസായ മേഖലയിലും ഗവേഷണ സ്ഥാപനങ്ങളിലും നിരവധി അക്കാഡമിക് സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ സർഗ്ഗവാസന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഓൾ കേരള മെഡിക്കൽ ലാബ് അസോസിയേഷൻ്റെ മെമ്പറാണ്. പരിശീലനത്തിൻ്റെ ഭാഗമായി നിരവധി അനുമോദനങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നൂതന ആശയങ്ങൾ വ്യക്തമായി സമർപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും സാങ്കേതിക വിദ്യകളും പ്രായോഗിക ജോലികളും മെച്ചപ്പെടുത്തുന്നതിനായി നിരന്തരം വ്യത്യസ്തമായ രീതിയിലുള്ള ക്യാമ്പുകളും ഇൻഡസ്ട്രി വിസിറ്റും കലാപരിപാടികളും ചെയ്തു വരുന്നു. വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ ശാക്തീകരണത്തിന് വേണ്ടി റെസിഡൻഷ്യൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നു. തൊഴിൽ പരിശീലന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രിയങ്ക
ആറ്റിങ്ങൽ കോരാണി സ്വദേശി നർത്തകി. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം തുടങ്ങിയ നൃത്തങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. 5 വർഷമായി ഇൻ്റർനാഷണൽ ടീമായ സമുദ്ര പെർഫോമിംഗ് ആർട്സിൽ നൃത്തം അഭ്യസിച്ചു വരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി വേദികളിൽ പ്രോഗ്രാം ചെയ്യുന്നു. 2010 കോമൺവെൽത്ത് ഗെയിംസിൽ അംഗമായി. സൂര്യ ഫെസ്റ്റ് അംഗമാണ്. മുദ്ര ഫെസ്റ്റിവൽ, ഫിലിം ഫെസ്റ്റിവൽ, നിശാഗന്ധി ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിൽ നൃത്തം അവതരിപ്പിക്കുന്നുണ്ട്. നിലവിൽ ആറ്റിങ്ങലിൽ നാട്യോദയ ഡാൻസ് അക്കാദമി എന്ന സ്ഥാപനം നടത്തിവരുന്നു. അതോടൊപ്പം തന്നെ വർക്കല BPM സ്കൂൾ ഡാൻസ് ടീച്ചറായി സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ക്ലാസിക്കൽ നൃത്തത്തിൽ മേക്കപ്പും ചെയ്തു വരുന്നുണ്ട്. നൃത്തമേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സജിനി രാജീവ്, പാലക്കാട് തടുക്കാശ്ശേരി സ്വദേശി, സാമൂഹ്യ പ്രവർത്തക. കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും മാറാരോഗികളായ കുട്ടികളെയും സഹായിക്കുകയും ചികിത്സിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു വരുന്നു. നിലവിൽ അന്താരാഷ്ട്ര വൈദ്യ ഗവേഷണ സ്ഥാപനമായ വേൾഡ് റീഹാബിലിറ്റേഷൻ ഓർഗനൈസേഷൻ വഴി സൗജന്യ നേഴ്സിംഗ് സഹായം ചെയ്യുന്നു. ന്യൂട്രീഷൻ തെറാപ്പിസ്റ്റും നേഴ്സിംഗ് ഹെഡുമായി പ്രവർത്തിക്കുന്നു. അനവധി ബഹുമതികൾക്കും ആദരവുകൾക്കും പുറമെ ദേശീയ പുരസ്കാരമായ ശ്രേഷ്ഠ ഭാരത പുരസ്കാരം നേടിയിട്ടുണ്ട്. അതോടൊപ്പം ലോക സമാധാന സംഘടനയുടെയും ലോക പുനരധിവാസ സംഘടനയുടെയും കേരള ബെസ്റ്റ് ഡീഡ് ട്രസ്റ്റ് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറുടെ ഔദ്യോഗിക സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ലേഖ പ്രമോദ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിനി, കർണാടകയിലെ കൂർഗിൽ താമസം. 9ഓളം വേൾഡ് റെക്കോർഡ് നേടിയ പെൻഡ്രൈവ് എന്ന പുസ്തകത്തിൻ്റെ ഭാഗമായതിന് മഞ്ചരി ബുക്സിൻ്റെ പെൻഡ്രൈവ് വേൾഡ് സ്റ്റാർ ലിറ്ററേച്ചർ അവാർഡ്, റൈറ്റേഴ്സ് ഹെഡ് സ്പെഷ്യൽ ജൂറി അവാർഡ്, 400-ലേറെ വരികളുള്ള ഒറ്റ കവിത മാതൃത്വം മഞ്ചരി ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുടക് ജില്ലാ മലയാളി അസോസിയേഷൻ പ്രവർത്തക. അസോസിയേഷന് വേണ്ടി അവതരണ ഗീതം രചിച്ചതിന് കർണാടകയിലെ കുടക് ജില്ലാ മലയാളി അസോസിയേഷൻ്റെ ആദരവ് ലഭിച്ചിട്ടുണ്ട്. മലയാളി അസോസിയേഷൻ്റെ സജീവ പ്രവർത്തക, അവതാരക എന്ന നിലയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. രുക്മിണി TR, ശ്രീമതി രുക്മിണി TR, കോട്ടയം കല്ലറ സ്വദേശി, സുവർണ തൂലിക പുരസ്കാരം, സുശ്രീ മിഷൻ പുരസ്കാരം, ടാഗോർ ലിറ്ററേച്ചർ അവാർഡ്, അയ്യപ്പ പണിക്കർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ കഥകളും കവിതകളും പ്രസിദ്ധീകരിക്കുന്നു. കൊച്ചി FM റേഡിയോയിൽ കവിതകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. കാഴ്ചക്കണ്ണിൽ, വേറുപാടം എന്നിവയാണത്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. കുമാരി തീർത്ഥ M, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ സ്വദേശി, ഡാൻസിലും അഭിനയത്തിലും പ്രവർത്തിക്കുന്നു. സബ് ജില്ലാ തലത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഡാൻസിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ രാജ്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിനോദ് ഖാന സംവിധാനം ചെയ്ത ഷിക്കാർ എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ ജില്ലാ മത്സരങ്ങളിൽ നാടകത്തിന് എല്ലാ വർഷവും ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. ക്രാഫ്റ്റ് വർക്കും ചെയ്തു വരുന്നുണ്ട്. 100-ലധികം ആർട്ട് വർക്കുകൾ ചെയ്തു കഴിഞ്ഞു. കമൽ കുപ്ലേരി സംവിധാനം ചെയ്യുന്ന ഏനും കൂടി എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ K ഉദയകുമാർ, തിരുവനന്തപുരം സ്വദേശി, പരിസ്ഥിതി പ്രവർത്തകൻ. സുഗതകുമാരി ടീച്ചറോടൊപ്പം ഒരു വ്യാഴവട്ടക്കാലം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ആത്മാർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചു. സെക്രട്ടേറിയറ്റ് നടയിലും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന വൻമരങ്ങളും കോളേജ് സ്കൂൾ കോമ്പൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വൻമരങ്ങളും തണൽ മരങ്ങളും മനുഷ്യനും വാളിനും ഉത്തരവുകൾക്കും എതിരെ സമരസന്നാഹങ്ങളോടെ സുഗതകുമാരി ടീച്ചറുടെ നേതൃത്വത്തിൽ വൻ ജനപങ്കാളിത്തോടെ സംരക്ഷിക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. കവടിയാർ വിവേകാനന്ദ പാർക്കിലെ വൻ പാലമരം, പട്ടം, നാലാഞ്ചിറ, പൊട്ടക്കുഴി എന്നിവിടങ്ങളിൽ നിൽക്കുന്ന വൻ മരങ്ങൾ ഒക്കെ മുറിക്കുന്നതിൽ നിന്നും സംരക്ഷിച്ച് നിലനിർത്താൻ വലിയ സമരങ്ങൾ ഒരുക്കി. 10 വർഷക്കാലം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിൽ ജോലി ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ എല്ലാ മരങ്ങളും സംരക്ഷിക്കുന്നതിൽ സുഗതകുമാരി ടീച്ചറോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. 10,000-കണക്കിന് മരങ്ങളെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും പ്രവർത്തിക്കുന്നു.
പോത്തൻകോട്, മംഗലപുരം, പാറ്റൂർ റെസിഡൻസ് അസോസിയേഷനിൽ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ സംരക്ഷണ സമിതിയും കിള്ളിയാർ സംരക്ഷണ സമിതിയുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പാരിസേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ആരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ അവരെ വിളിക്കുന്നതായിരിക്കും. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്ന പരിപാടിയാണ്. ആശംസ നേരുന്നതിനായി ആദ്യമായി സൂര്യകവി ഡോക്ടർ ജയദേവൻ സാറിനെ ക്ഷണിക്കുന്നു. സൂര്യനെക്കുറിച്ച് 4000-ലധികം കവിതകൾ രചിച്ച് ലോക റെക്കോർഡ് നേടിയ വ്യക്തിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗം ഇടം പിടിച്ചിട്ടുണ്ട്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് അശ്വതി തിരുനാൾ തമ്പുരാട്ടിൽ നിന്ന് രാജമുദ്ര ലഭിക്കുകയുണ്ടായ വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ബഹുമുഖ പ്രതിഭകളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഈ പുരസ്കാര വിതരണ പരിപാടിയുടെ അധ്യക്ഷൻ, ഭാരത സേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലചന്ദ്രൻ സാർ, ഭാരത സേവ സമാജിൻ്റെ മറ്റ് പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏതൊരു സംഘടനയും സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് അവർ നടപ്പിലാക്കുന്ന പരിപാടിയെ ആശ്രയിച്ചാണ്. ആ നിലയിൽ ഇങ്ങനെ ഒരു പുരസ്കാര വിതരണ പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഭാരത സേവ സമാജിൻ്റെ അമരക്കാരൻ ഡോക്ടർ ബാലചന്ദ്രൻ സാറിനും ടീമിനും ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പുരസ്കാര ജേതാക്കൾ മുമ്പ് പലയിടത്തു നിന്നും ധാരാളം പുരസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരായിരിക്കും. എന്നിരുന്നാലും ഇങ്ങനെ ബഹുമുഖ പ്രതിഭകളെ ഒരേ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ഒരു പരിപാടി, അത് ലോകത്ത് എവിടെ പോയാലും ഭാരത സേവ സമാജ് അല്ലാതെ വേറൊരു സംഘടനയ്ക്ക് ആയില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. അതിവിടെ ബയോഡാറ്റ വായിച്ചപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഏതെല്ലാം മേഖലയിലാണ് കഴിവ് തെളിച്ചിട്ടുള്ള ആളുകൾ. സാധാരണ നിലയിൽ ഇങ്ങനെ ഇത്തരം പുരസ്കാര വിതരണ പരിപാടി നടക്കുമ്പോൾ കവികളെയും കലാകാരന്മാരെയൊക്കെ ചേർത്ത് പിടിക്കാനായിരിക്കും ആ സംഘടനകളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കാറുള്ളത്. ആ നിലയിൽ ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാം അവതരിപ്പിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിനും മാതൃകയായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലയിലാണ് ഭാരത സേവ സമാജിനെ ഞാൻ നോക്കിക്കാണാറുള്ളത്. ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുകയും ഇത്തരം ആളുകളെയെല്ലാം വിളിച്ചു വരുത്തി ഒരേ വേദിയിൽ വെച്ച് ആദരിക്കുകയും ഈ ബാലേന്ദ്രൻ സാറിൽ നിന്ന് ഞാൻ 3 വർഷത്തിന് മുമ്പ് പുരസ്കാരം സ്വീകരിച്ച ഒരാളാണ്. ബാലേന്ദ്രൻ സാറിൻ്റെ കൈ പൊന്നായി എന്ന് വേണം പറയാൻ. ഞാൻ അതിനുശേഷം ഒട്ടേറെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കവടിയാർ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് രാജമുദ്ര വരെ സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ബാലേന്ദ്രൻ സാറിൻ്റെ കൈകൊണ്ട് വാങ്ങിയ ഒരാളും പുരസ്കാരം സ്വീകരിക്കുന്ന ഒരാളും പിന്നോക്കം പോകില്ല, വളരെയേറെ ഉയരങ്ങളിൽ എത്തപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെ എല്ലാവരെയും കൂടുതൽ ഉയരങ്ങളിലെത്താൻ ഈ പുരസ്കാരം അനുഗ്രഹിക്കട്ടെ, വഴിയൊരുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം ഇന്നിവിടെ ഈ പുരസ്കാരം സ്വീകരിക്കുന്ന മധു പീലിക്കോട്, അദ്ദേഹത്തിൻ്റെ മകന് 15 വയസ്സുള്ള ആദിത്യൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ആണ് മധു പീലിക്കോടിൻ്റെ പേരിവിടെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ഈ മധു പീലിക്കോടിൻ്റെ മകൻ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ചിത്രം വരയ്ക്കണം എന്നൊരു മോഹം ഉണ്ടായി. അത് വരച്ചുകൊണ്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബാലേന്ദ്ര സാറിൽ നിന്ന് എൻ്റെ കൈ, അതുകൊണ്ട് ഞാനതൊന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തായി ശ്രീമതി ജസീന്ത മോറിസ്, കവയത്രി, അഭിനേത്രി, മോഡലിംഗ് അങ്ങനെ എല്ലാ മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. അക്കൗണ്ട്സ് ഏജീസ് ഓഫീസിൽ നിന്നും ജോലി 32 വർഷത്തെ സേവനം നടത്തി പൂർത്തിയാക്കിയ വ്യക്തിയാണ്. എത്രയും ബഹുമാനിയായ എൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ബാലേന്ദ്രൻ സർ, മഞ്ജു മാം, ജയ മാം, അതുപോലെ തന്നെ ഭാരത് സേവ സമാജ് മുന്നോട്ട് നയിക്കുന്ന ഒട്ടനവധി സ്റ്റാഫ് അംഗങ്ങളെ, അവാർഡ് ജേതാക്കളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് എനിക്ക് എല്ലാ മാസവും ലഭിക്കുന്നത്.
മിക്കവാറും അത് 3 നിമിഷമായിരിക്കും. എന്നെ സംബന്ധിച്ച് അത് ഗോൾഡൻ മോമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ഒരു 4 വർഷം മുൻപേ ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൂടാതെ 10-20 പുസ്തകം എഴുതുകയും AG's ഓഫീസിലെ 37 വർഷത്തെ സർവീസിൻ്റെ ഇടയിൽ ധാരാളം ഷോർട്ട് ഫിലിംസ് പെർമിഷൻ വാങ്ങി ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുകയും പാട്ടുകൾ എഴുതി പാടി അഭിനയിക്കുകയും ഫാഷൻ ഷോസിൽ പങ്കെടുക്കുകയും സാമൂഹ്യ പ്രവർത്തനവും എല്ലാം മുന്നോട്ട് 3 ഭാഷകളായിട്ട് 20 പുസ്തകം എഴുതി 3 പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകൾ അറിയപ്പെടുമ്പോഴും വീട് നിറയെ ഇങ്ങനെ അവാർഡ് കൊണ്ട് നിറയുമ്പോഴും 1085 അവാർഡും 150 ആദരവും എല്ലാം ലഭിക്കുമ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ഭാരത് സേവക് സമാജ് പുരസ്കാരം. കാരണം ഇപ്പോൾ അവാർഡ് എന്ന് പറയുന്ന ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ്. 1 ലക്ഷം തന്ന മുഖ്യമന്ത്രി തരുന്ന രീതിയിലുള്ള അവാർഡ്, 50,000 തന്ന ഇത്രയും പ്രമുഖനായ രാജ്യസഭാ അംഗം തരുന്ന അവാർഡ്, അങ്ങനെ ഓരോരുത്തരും കച്ചവടമാണ്. അതിൻ്റെ ഇടയിൽ നിന്നും ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു സംഭവമാണ് ഭാരത് സേവക് സമാജ് അവാർഡ് ലഭിക്കുന്നതിന് അവർ വിലപേശാറില്ല, ഭീമമായ തുക ആവശ്യപ്പെടാറില്ല, വരുന്ന എല്ലാ അവാർഡ് ജേതാക്കളെയും തുല്യരായി കാണുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഇതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. മന്ത്രിമാർ വരുന്നു, അവരെ ഒരു ചടങ്ങ് നിർവഹിക്കുന്നു, ആർക്ക് എന്തിന് പുരസ്കാരം കിട്ടുന്ന ആരാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. അവർ പേര് വായിക്കും, ആൾക്കാർ പേര് വായിക്കാൻ പുരസ്കാരം കൊടുക്കും, പോവും, കർമ്മം നിർവഹിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളെ ആരെങ്കിലും അവർ വഴി വെച്ച് കണ്ടാൽ മനസ്സിലാവുമോ? ഇല്ല. ഭാരത് സേവക് സമാജ് എന്ന് പറയുമ്പം അത് നിങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം ആദരവ് എന്ന് പറയുന്നത് കുറിക്കപ്പെട്ടിരിക്കുകയാണ്. വെബ്സൈറ്റിൽ പോവും, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതെല്ലാം കൂടാതെ ഇവരുടെ റെക്കോർഡിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഒരേപോലെ പല മേഖലകളിൽ നിന്നും വരുന്ന ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരേ തുല്യതയായിട്ട് കണ്ട് അവരെ ആദരിക്കുന്ന രീതിയിലുള്ള ഒരു ആദരവ് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാഗ്യം. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതുമാത്രമല്ല നെഹ്റുജി തുടങ്ങി വെച്ച് ആ ഒരു സമ്പ്രദായം BSS ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നു. അഭിമാനകരമായിട്ടുള്ള ഈ പുരസ്കാരം ഞാൻ വളരെ മഹത്വമുള്ളതായിട്ട് കരുതുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് ഞാൻ 300-ലേറെ ആൾക്കാർക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നതിന് ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇന്നും ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നത് ഞാൻ ശുപാർശ ചെയ്തവരാണ്. ഞാനൊരു എഴുത്തുകാരി എന്ന നിലയ്ക്ക്, നമ്മൾ എഴുത്തുകാരി എപ്പോഴും സൂക്ഷ്മ നിരീക്ഷണമാണ്. നിരീക്ഷണത്തിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ഒത്തിരി പേര് ഒരുപാട് കഴിവുള്ളവർ ജനങ്ങൾ അറിയപ്പെടാതെ പോകുന്നു. അത്തരത്തിലുള്ള കഴിവുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ആദരവിന് അർഹത ആക്കിക്കൂടാ? അങ്ങനെ മനസ്സിലാക്കിയതാണ്. ഏറ്റവും മുൻനിരയിൽ ഇരിക്കുന്ന ഈ ചേച്ചി, ഫസ്റ്റിന ചേച്ചി, ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യും. എല്ലായിടവും ഇങ്ങനെ പത്രത്തിലുമൊക്കെ വരും, എപ്പോഴും എല്ലാ സംഘടനയും ഇങ്ങനെ ആദരിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഈ BSSൻ്റെ ഒരു ആദരവ് ലഭിച്ചില്ല? അപ്പോഴെനിക്ക് തോന്നി ഉറപ്പായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ മുന്നിലിരിക്കുന്ന ആൾ തൊട്ട് ഇതിൻ്റെ ഇടയിൽ ഹോം ബേക്കേഴ്സ്, വീട്ടിൽ ഇരുന്ന് ബേക്ക് ചെയ്ത് വളരെ മനോഹരമായിട്ട് കേക്കും കാര്യങ്ങളെല്ലാം ബേക്ക് ചെയ്ത് എത്തിക്കേണ്ടിടത്തെല്ലാം എത്തിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ ഉണ്ട്. അടുത്തിടെ പരിചയപ്പെട്ടതാണ്. മൂർഖൻ പാമ്പുകളെ പിടിക്കുന്ന കൂട്ടുകാരി തൊട്ട് സൈൻ ലാംഗ്വേജ് പഠിച്ചിട്ട് സ്വന്തം മോള് ഡെഫൻഡമായ കൊച്ചിനെയും പഠിപ്പിച്ച് വേറെയുള്ള കുട്ടികളെയും മുതിർന്നവരെയും പഠിപ്പിച്ച് അവർക്ക് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ വരുത്താനായിട്ട് ശ്രമിച്ച ഒരു കൂട്ടുകാരെ ചെന്നൈയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഫാഷൻ മേഖലയിലും എല്ലാ മേഖലകളിലും വളരെ ബുദ്ധിമുട്ടി ഒത്തിരി സമൂഹത്തിന് നന്മ പ്രവർത്തിക്കുന്നവരെ, അറിയപ്പെടാതിരിക്കുന്ന ആൾക്കാരെ മുഴുവനും ഇവിടെ കൊണ്ടുവരുന്ന ഒരു ദൗത്യം കൂടെയാണ് ഞാൻ നിർവഹിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം, ആ സന്തോഷം ഇന്നിപ്പം അവാർഡ് ജേതാക്കൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ആ സന്തോഷം ഇന്നത്തോടു കൂടി അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഈ ഒരു ആദരവ് നിങ്ങൾക്ക് കൂടുതൽ പകിട്ടും മേന്മയും നൽകുന്നതിനോടൊപ്പം, യശസ്സിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം, നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ കഴിവുള്ള ആൾക്കാരെ ഇവിടെ എത്തിച്ച് ഈ ഒരു ആദരവ് സ്വീകരിക്കാനായിട്ട് ഇടവരുത്തണം എന്നാണ് എൻ്റെ അപേക്ഷ. ഇതോടുകൂടി നമ്മൾ ഇനിയും കാണും, ഇനി നല്ല കാര്യങ്ങൾ ചെയ്യും. നമ്മളൊരു തീപ്പന്തം നമ്മളിങ്ങനെ കൊടുക്കുവാണ്, പവർ പാക്ട് ഒരു തീപ്പന്തം, നന്മ ചെയ്യുന്നതിൻ്റെ തീപ്പന്തം. അത് എല്ലാവരും അതിൽ നിന്ന് കത്തി ജ്വലിക്കുന്ന പന്തങ്ങളായിട്ട് കൊണ്ടുപോയി ലോകത്ത് മുഴുവനും നന്മ ചെയ്യാൻ ഇടവരട്ടെ. താങ്ക് യു. ശ്രീ ഹരികുമാർ KP, പ്രശസ്ത
സാഹിത്യകാരനാണ്, ഗാനരചയിതാവാണ്. ബഹുമാനപ്പെട്ട BSS അധ്യക്ഷനും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനുമായ ബാലേന്ദ്ര സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേറ്റം സന്തോഷിക്കുന്നു. എന്തെന്നാൽ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് സുത്യർഹമായ സേവനവും അല്ലെങ്കിൽ കഴിവും തെളിയിച്ചവരെ ആദരിച്ച് അവർക്കൊരു ദേശീയ പുരസ്കാരം കൊടുക്കുക എന്നുള്ളത് BSSൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുന്നു. അതിൽ നിന്ന് മറ്റ് അവാർഡിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദേശീയ പുരസ്കാരം കിട്ടുമ്പോൾ തന്നെ നമ്മളുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ വരുന്ന മാറ്റം എന്താണെന്ന് ഇനി വരുന്ന ആളുകളിലാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ പറഞ്ഞതുപോലെ എന്നും അവാർഡുകളും മറ്റും വാർത്തയിൽ ഇടം പിടിക്കുമ്പോൾ ഭാരത് സേവക് സമാജ് എല്ലാ മാസവും അവാർഡ് നടത്തുന്നുണ്ട്. ഒത്തിരി പേർക്ക് അവാർഡ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമുക്കിത് വാങ്ങിയതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവനം. ഞാനൊരു എഴുത്തുകാരനാണ്. അപ്പോൾ എഴുത്തിൻ്റെ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്ത മേഖലയിൽ കണ്ടുമുട്ടുന്നവരെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ സജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്കും കുറച്ച് നാളുകൾക്ക് മുന്നേ, വളരെ നാളുകൾക്ക് മുന്നേ ഇതിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എഴുത്തിൻ്റെ മേഖലയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വേദിയിൽ നമുക്കൊന്നിച്ച് ഈ സായാഹ്നം പങ്കിടാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. ഈ എല്ലാ അവാർഡ് ജേതാക്കൾക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ഗോപകുമാർ B, നാടക സീരിയൽ നടൻ. ബഹുമാനപ്പെട്ട ഭാരത സേവാ സമാജത്തിൻ്റെ ചെയർമാൻ ഡോക്ടർ ശ്രീ ബാലേന്ദ്ര സാർ, അഡ്മിൻ ഡയറക്ടേഴ്സ്, ജോയിൻറ്റ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റു ഉദ്യോഗസ്ഥരെ, സർവോപരി എൻ്റെ മുന്നിലിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ തുറകളിൽ നിന്നും വന്ന നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ തൊപ്പിയിൽ ഒരു പൊന്തൂവൽ കൂടി വീണ്ടും ചേർത്തപ്പെട്ടിരിക്കുകയാണ്. ഈ തിരുമുറ്റത്ത് നിന്ന് അനേകായിരം അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ തന്നെ, പ്രഗത്ഭരായ ആൾക്കാർ ഇവിടെ നിന്ന് അവാർഡ് വാങ്ങി പോയിട്ടുള്ളതാണ്. എൻ്റെ അറിവ് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ പ്രശസ്തനായ ഒരു ക്ഷയരോഗ വിദഗ്ധൻ ഡോക്ടറാണ് അദ്ദേഹം. ഇവിടെ നിന്ന് ലൈനപ്പ് ചെയ്ത് അവാർഡ് വാങ്ങി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ ശ്രീ രാജപൊതുവാൾ സാർ, അദ്ദേഹം ഇവിടെ വന്ന് ലൈനപ്പ് ചെയ്ത് അവാർഡ് വാങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം MP-യും 2 പ്രാവശ്യം MLA-ആയിരുന്ന ശ്രീ സാവിത്രി ലക്ഷ്മൺ ഇവിടെ വന്ന് ലൈനപ്പ് ചെയ്ത് അവാർഡ് വാങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുകൈകളിൽ നഷ്ടപ്പെട്ട ബാലൻ, പമ്പയാറിൻ്റെ ഇക്കരയിൽ നിന്നും അക്കരെ നീന്തി കടന്ന ബാലൻ ഇവിടെ വന്ന് കൂപ്പുകൈകളുമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നും അവാർഡ് വാങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും നിർത്തുന്നില്ല. എല്ലാ അവാർഡ് ജേതാക്കളെയും ഞാൻ ഒരുപോലെ കാണുന്നു, ഹൃദയത്തിൻ്റെ ഭാഷയിൽ കാണുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിനും അവാർഡ് കൈമാറുന്നതിനുമായി ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഭാരത് സേവക് സമാജത്തിൻ്റെ പരിപാടികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ഭാരത് സേവക് ബഹുമതി നൽകി നമ്മുടെ രാജ്യത്തെ പ്രതിഭകളെ ആദരിക്കുക എന്നുള്ളത്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കിൻ്റെ 75-ാം വർഷം ആഘോഷിക്കുകയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം ആഘോഷിച്ച അവസരത്തിലാണ് ഭാരത് സേവക് സമാജത്തിൻ്റെ 70-ാം വാർഷികമായിരുന്നു. ആ സമയമാണ് ഭാരത് സേവക് സമാജ് തീരുമാനിച്ചത് നമ്മുടെ രാജ്യത്തെ പ്രതിഭകളെ ആദരിക്കണമെന്ന്. അതിന് കാരണം നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ എന്ന നിലയിൽ
അനുദിനം വ്യത്യസ്തമായ മേഖലകളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ പിന്നിലെന്ന് പറഞ്ഞ് വിലയിരുത്താറുണ്ടെങ്കിലും പൊതുസമൂഹത്തിൽ പൊതുവായി ലോകത്തിന് മുന്നിൽ ഭാരതം വളർച്ചയുടെ പന്ഥാവിലാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഭാരതം ഇങ്ങനെ വളർന്നതിന് പിന്നിൽ, ഭാരതത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിന് പിന്നിൽ സ്വാഗത പ്രസംഗത്തിൽ BSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീമതി ജയാശ്രീ അവരോട് സൂചിപ്പിച്ചതുപോലെ ഒരുപിടി പൊളിറ്റീഷ്യൻസിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെയും മാത്രം ചുമതലയല്ല ഭാരതം ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള ഭാരതമായി മാറിയത്. രാജ്യത്തെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കാർഷിക വ്യാവസായിക വാണിജ്യ രംഗങ്ങളെല്ലാം സമഗ്രമായി എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ രംഗങ്ങളിലുമായി ഇടപെട്ടുകൊണ്ട് കോടാനുകോടി ആളുകളുടെ അത്യധ്വാനം ആണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. കലയ്ക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനും എല്ലാത്തിനും തന്നെ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നിർണായകമായ പങ്കുണ്ട്. അങ്ങനെ എല്ലാവരും പങ്കാളിത്തം വഹിച്ച ഒരു കാലഘട്ടത്തിലാണ് രാജ്യം വളരുന്നത്. അങ്ങനെ പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ആദരിക്കുക എന്നുള്ളത് ഭാരത് സേവക് സമാജത്തിന്റെ ദൗത്യമായി മാറി. അവർക്ക് ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കണമെന്ന് തീരുമാനിച്ചു. നിങ്ങൾ ഓരോരുത്തരും കവിത എഴുതുമ്പോൾ എന്താണ് ദേശീയ വികസനത്തിനായി നിങ്ങളുടെ സംഭാവന എന്ന് നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കും. പക്ഷെ നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ ആഹ്വാനം സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്, ഒരു പിടി ആളുകളെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ചില ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ആലോചിക്കും, ഞങ്ങൾ ഈ ചെറിയ ബിസിനസ്സിലേ ചെയ്യുന്നുള്ളൂ എന്ന്. പക്ഷെ ആ ബിസിനസ് സമൂഹത്തിന് അധികമായി ചെയ്തു കൊടുക്കുന്ന ഒരു ക്രിയേറ്റീവ് വർക്കാണ്, നിർമ്മാണ പ്രവർത്തനമാണ്. സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ചെറുതും വലുതുമായുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം കർമ്മധീരരായ ഭാരതീയരുടെ അധ്യധ്വാനമാണ് നമ്മുടെ രാജ്യം ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടത്. എത്രയെത്ര സംരംഭകരാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ധാരാളം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷെ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ഒരു സമൂഹത്തെ വിളിച്ചൊന്നിച്ചിരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങ് ഭാരത് സേവക് സമാജത്തിൻ്റെതാണ്. നമ്മുടെ പ്രൊഫസർ എമിരിറ്റസ് എന്ന് പറയാവുന്ന പ്രൊഫസർ മുഹമ്മദ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു വളരെ വലിയ പ്രൊഫസർ, ഞാൻ പ്രൊഫസർ എമിരിറ്റസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ. അദ്ദേഹം ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാനായിരുന്നു, യൂണിവേഴ്സിറ്റികളുടെ വിവിധ സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ തന്നെ എത്ര കൃതികളാണ്. ഞാനിങ്ങനെ ശ്രീ മഹാരാമായണം എന്നൊരു പുസ്തകം എഴുതാൻ തുടങ്ങിയായിരുന്നു 6 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എന്നോട് ചില ആളുകൾ പറഞ്ഞു മാപ്പിള രാമായണമുണ്ട്, അതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അത് സാറ് ആണ് ആ പുസ്തകം എഴുതിയെന്ന്, എൻ്റെ സാറാണ് എൻ്റെ കർത്താവെന്നും അറിയാൻ കഴിഞ്ഞത് ഏറെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു മഹാൻ നമ്മുടെ ഇവിടെ എത്തി എന്നുള്ളത് വളരെ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇതുപോലുള്ള എത്ര പ്രഗത്ഭമതികളായ ആളുകളാണ് ഇരിക്കുന്നത്. എത്രയധികം ആളുകൾക്ക് ജോലി ചെയ്യുവാൻ അവസരമുണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. സംരംഭകരായി വന്ന് എത്ര ആളുകളെ പ്രൊമോട്ട് ചെയ്ത ആളുകളാണ്.
ഓരോരുത്തരെ കുറിച്ചും പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ. ചാരിറ്റി പ്രവർത്തനമാണെങ്കിൽ സമാനതകളില്ലാത്ത സേവന മേഖല തുറന്നിട്ട ആളുകളാണ് ഇവിടെ പലരെയും വിവരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ രാജ്യത്തെമ്പാടും കണ്ടെത്തി ആദരിക്കുക എന്ന ചടങ്ങാണ് ഭാരത് സേവക് ബഹുമതിയിലൂടെ PSS ആവിഷ്കരിക്കുന്ന പ്രധാന കർമ്മ പരിപാടി. ഇവിടെ ആശംസ അർപ്പിച്ച സൂര്യകവി ശ്രീ ജയദേവൻ, ഡോക്ടർ ജയദേവനെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അടിസ്ഥാനപരമായി അദ്ദേഹം കവിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഇന്നിപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പേരുള്ള, കഴിഞ്ഞ ഏതാനും നാളുകൾക്കും മലയാള മനോരമയിൽ ഒരു ഫുൾ പേജ് സപ്ലിമെൻ്റ്, 2 പേജ് സപ്ലിമെൻ്റ് അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹം ദിവസവും രാവിലെ 3 മണിക്ക് ഉറക്കമണിയിട്ട് സൂര്യനെ നോക്കി ഒരു കവിത എഴുതും. അദ്ദേഹം എന്ത് എഴുതാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് തലേദിവസം അറിയില്ല, അല്ലെങ്കിൽ ഇന്നറിയില്ല നാളെ എന്താണ് എഴുതാൻ പോകുന്നതെന്ന്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അറിയില്ല നാളത്തെ വരികൾ എന്താണ് എന്ന്. പ്രഭാതത്തിൽ അദ്ദേഹം സൂര്യനെ നോക്കി വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് വരികൾ വരും, അദ്ദേഹം കവിത എഴുതും. ഓരോ ദിവസവും ഓരോ കവിത സൂര്യനെ കുറിച്ച് 4500-ലധികം കവിത എഴുതി. ഇതൊരു അത്ഭുതമല്ലേ? മുൻപ് കവിത എഴുതാത്ത ഒരു സാധാരണ പൊതുപ്രവർത്തകനായി, രാഷ്ട്രീയ പ്രവർത്തകനായി നാട്ടിൽ നടന്നിരുന്ന ഒരു വ്യക്തി ഈ വിധം സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലുള്ള തൻ്റെ സൃഷ്ടികൾ നൽകുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം തോന്നില്ല, നമുക്ക് ചെയ്യാനായിട്ട്. കവിത എഴുത്ത് എന്ന് പറയുന്നത് പറയുമ്പോൾ കവികൾ അത്ര വലിയ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ കവിത വരണ്ടേ, കവിത വരണ്ടേ, ഭാഷ വരണ്ടേ, പദങ്ങൾ വരണ്ടേ, അനുയോജ്യമായ പദങ്ങൾ വരണ്ടേ? ഇല്ലേ? ടീച്ചർ കവിയത്രിയാണ് ഇല്ലേ? ഇത് അവിടെ ഒരു കവിയത്രി ഇരിപ്പുണ്ട്. ഇത് വരണ്ടേ, അത്തരത്തിലുള്ള പദങ്ങൾ വരണ്ടേ, പദസമ്പത്ത് ഒഴുകിയെത്തണ്ടേ, ആ സമയത്ത് എത്തണ്ടേ. ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന വ്യക്തികളെ ഒക്കെ തന്നെ വിളിച്ചു ചേർക്കുവാനും ആദരിക്കുവാനും ഭാരതീയ സമാജ് തീരുമാനിച്ചത്. ഇവരെല്ലാവരും രാജ്യത്തിൻ്റെ മഹാസമ്പത്താണ്. ഇതിപ്പോൾ ഭാരത് സേവക് ബഹുമതി നൽകിയ ആദരിക്കപ്പെട്ട ആളുകൾ നാളെ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികൾ ലഭിക്കുന്ന ആളുകൾ വരെയുണ്ട്. പത്മശ്രീ മുതൽ ഭാരതരത്നം വരെ ലഭിക്കുവാൻ കഴിയുന്ന എത്രയോ പ്രാപ്തരായ ആളുകൾ നമ്മുടെ ഈ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഈ മഹത് വ്യക്തികളാണ് ഈ അങ്കണത്തിൽ വന്ന് ഭാരത് സേവക് ബഹുമതി സ്വീകരിക്കുവാൻ തയ്യാറാകുന്നത്. പ്രകൃതി സംരക്ഷണ രംഗത്ത്, പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഒരു ആത്മസമർപ്പണം നടത്തിയിട്ടുള്ള കാസർഗോഡ് എൻ്റെ പ്രിയ സുഹൃത്ത്, വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം സമ്പൂർണമായി അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ അറിയാമെന്നുണ്ടല്ലേ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയാമെന്നു. അദ്ദേഹം അവരോടൊപ്പം ജീവിക്കണത്. മൃഗങ്ങളെ ആക്രമിക്കുന്ന രീതിയുണ്ടല്ലോ, ഏത് മൃഗത്തിനാണ് ശക്തി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. സിംഹത്തിനാണ് കൂടുതൽ ശക്തിയെന്ന്. പക്ഷെ സിംഹത്തിനല്ല, കാട്ടുപോത്തിനാണ് കൂടുതൽ ശക്തി എന്ന് ചിലപ്പോൾ തോന്നും. ഇത് രണ്ടിനുമല്ല, ചിങ്കണ്ണിക്കാണ് കൂടുതൽ ശക്തി എന്ന് തോന്നുന്നു അല്ലേ? അപ്പം അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ ഇവരെ കൂടൊപ്പം ജീവിക്കില്ലേ, ഇവരുടെ ഭാഷ അദ്ദേഹത്തിന് അറിയാം, അവരെ കൂടൊപ്പം ജീവിക്കുക. ഇങ്ങനെ പ്രകൃതിയുമായി ഒത്തിണങ്ങി ജീവിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ പൊതുസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, അറിയിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഇത്തരം വ്യക്തികളെ ഏറെ ആദരപൂർവ്വമാണ്, അഭിമാനപൂർവ്വമാണ് ഇന്നിവിടെ ക്ഷണിച്ചതും നിങ്ങൾ ആദരിക്കുവാൻ തയ്യാറാകുന്നത്. ഭാരതീയ സമാജ് എന്തെന്നില്ലാത്ത അഭിമാനത്തോടെ, സന്തോഷത്തോടെ
നിങ്ങളേവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏവർക്കും ഭാരത് സേവക് ഉപഹാരം നൽകുവാൻ തീരുമാനിക്കുകയാണ്. നമസ്കാരം. ജയ് ഹിന്ദ്.
ബഹുമാരി തീർപ്പായം ോടുകൂടി പുരസ്കാര സമർപ്പണ ചടങ്ങ് അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരതീയ സമാജിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ടി.പി. വിനോദിനെ ക്ഷണിക്കണം. ആദരണീയനായ ഭാരത് സേവക് സമാജിന്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ പി.എസ്. ബാലചന്ദ്രൻ അവർ, ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ക്ഷണിക്കപ്പെട്ട അവാർഡ് സ്വീകർത്താക്കളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ പി.എസ്. ബാലചന്ദ്രൻ അവരുടെ നേതൃത്വത്തിലുള്ള ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജ് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ വികസനത്തിന് ആക്കം കൂട്ടുവാൻ മാനവ വിഭവശേഷി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകൾക്കും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിച്ച രാഷ്ട്രീയേതരവും മതപരമായോ വർണ്ണവർഗ വ്യത്യാസവും അസമത്വങ്ങളും ഇല്ലാത്ത രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എക്കാലവും നിലനിർത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ മികവ് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ വലിയ ഒരു ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും എത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് BSSന്റെ നേതൃത്വം അഭിമാനിക്കുമ്പോൾ, അതിന് പങ്കാളിത്വം വഹിച്ച ഈ രാജ്യത്തെ സാമൂഹിക സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹികളും ആത്മാർപ്പണ ബോധമുള്ള വ്യക്തിത്വങ്ങളെയും ദേശീയ തലത്തിൽ ആദരിക്കുവാൻ ഭാരത് സേവക് സമാജിന്റെ ദേശീയ ചെയർമാന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ ഈ കാഴ്ചപ്പാടിനും രാജ്യത്തോടും ജനങ്ങളോടുമുള്ള കടപ്പാടിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ പരിപാടി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലും നടപ്പിലാക്കി വരുന്നതിനോടൊപ്പം ഇന്ന് BSSന്റെ സെൻട്രൽ പ്രോഗ്രാം ഓഫീസിൽ നടക്കുന്ന ഈ ചടങ്ങിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഭാരത് സേവക് സമാജിന്റെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന ആദരണീയനായ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് ഭാരത് സേവക് സമാജിന്റെ പേരിലും എൻ്റെ പേരിലും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഭാരത് സേവക് സമാജിന്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാറിന് ഭാരത് സേവക് സമാജിന്റെ പേരിലും എൻ്റെ പേരിലും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഭാരത് സേവക് സമാജിന്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി സിന്ധു മധു എന്നിവർക്ക് ഭാരത് സേവക് സമാജിന്റെ പേരിലും എൻ്റെ പേരിലും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം. जन गण मंगल